ജമ്മു കാശ്മീരിൽ പണ്ടത്തെ പോലെ ഇപ്പോൾ തീവ്രവാദം ഇല്ല എങ്കിലും പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. എന്നാൽ ജമ്മു കാശ്മീർ പോലീസും അതോടൊപ്പം തന്നെ ഇന്ത്യൻ സൈന്യവും ശക്തമായി തന്നെ നിരീക്ഷണവും റെയ്ഡും ഉൾപ്പെടെയായിട്ട് രംഗത്തുണ്ട്. നിലവിൽ എന്താണ് ജമ്മു കാശ്മീരിൽ സംഭവിച്ചത്? ജമ്മു കാശ്മീരിൽ വൻ ആയുധശേഖരവുമായി 5 ഭീകരരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെല്ലാം ശ്രീനഗർ സ്വദേശികളാണ്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള കർശന നിയമമായ UAPA ചുമത്തിയാണ് ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. മുഹമ്മദ് ഷാഫി ഭട്ട്, ഹാദി ഖാദിർ, മുഹമ്മദ് ജമാൽ മിർ, അതോടൊപ്പം തന്നെ തെഹ്റാജുദ്ദീൻ ദാർ, വയാസ് അഹമ്മദ് ദാർ എന്നിവരാണ് പിടിയിലായതെന്നാണ് ജമ്മു കാശ്മീർ പോലീസ് വ്യക്തമാക്കുന്നത്. ശ്രീനഗറിലെ പന്ത ചൌക്ക് പോലീസ് സ്റ്റേഷനിലാണ് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഹാൻഡ് ഗ്രനേഡുകൾ, തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകൾ, മൊബൈൽ ഫോണുകൾ എന്നിവയ്ക്ക് പുറമെ മറ്റു പല നിർണായക രേഖകളും ഇവയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ആയുധങ്ങളും മറ്റു വസ്തുക്കളും കണ്ടെടുത്തത്. സമാനമായ രീതിയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കൂട്ടം ഭീകരരെ ശ്രീനഗർ പോലീസ് ഒരാഴ്ച മുമ്പ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വനിത ഉൾപ്പെടെ 4 പേരാണ് അന്ന് പിടിയിലായത്. ലഷ്കർ-ഇ-തോയ്ബയുമായി ബന്ധമുള്ള അന്തർ സംസ്ഥാന ഭീകര സംഘത്തെ ശ്രീനഗർ പോലീസ് പിടികൂടിയതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ അറസ്റ്റും നടന്നിട്ടുള്ളത്. തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നവരെ ലക്ഷ്യം വച്ചുള്ള കർശന നടപടികളുടെ ഭാഗമായാണ് ഈ റെയ്ഡുകളും അറസ്റ്റും തുടരുന്നതെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. ആൾക്കൂട്ടത്തിൽ തീവ്രവാദികൾക്ക് ഒളിച്ചിരിക്കാനും മറ്റ് സഹായങ്ങൾ എത്തിക്കാനും ഇത്തരം ആളുകൾ വലിയ പങ്കാണ് വഹിക്കുന്നത്. അതിനാൽ വലിയൊരു ശൃംഖലയെ തന്നെ ഇല്ലാതാക്കാനാണ് സുരക്ഷാസേന പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ലഷ്കർ-ഇ-തോയ്ബയുടെ അന്തർ സംസ്ഥാന ഭീകര ശൃംഖലയെക്കുറിച്ചുള്ള അന്വേഷണം കഴിഞ്ഞ ദിവസം ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുത്തിരുന്നു. തുടർന്ന് 2 പാകിസ്ഥാൻ ഭീകരർ ഉൾപ്പെടെ 5 പ്രതികളെ NIA കസ്റ്റഡിയിൽ വാങ്ങി. പാകിസ്ഥാൻ ഭീകരരായ അബ്ദുള്ള എന്ന അബ്ദുഹുറേറ, ഉസ്മാൻ എന്ന ബുബൈദ് എന്നിവരെയാണ് 2 ദിവസത്തേക്കും മറ്റു 3 പ്രാദേശിക പ്രതികളെ 15 ദിവസത്തേക്കുമാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഈ മാസം ആദ്യം പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ എന്നീ 3 സംസ്ഥാനങ്ങളിൽ നടത്തിയ റെയ്ഡിലൂടെയാണ് ശ്രീനഗർ പോലീസ് ഈ സംഘത്തെ പിടികൂടിയത്. ശ്രീനഗർ ASP GV സന്ദീപ് ചക്രവർത്തിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് റെയ്ഡ് നടത്തിയത്. ഭീകരരുടെ മറ്റ് ബന്ധങ്ങളെക്കുറിച്ച് NIA വിശദമായി അന്വേഷണം നടത്തുന്നുണ്ട്. അന്വേഷണത്തിനിടെ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. പിടിയിലായ 2 പാകിസ്ഥാൻ ഭീകരരും വ്യാജരേഖകൾ ഉപയോഗിച്ച് 10 വർഷത്തിലേറെയായി ഇന്ത്യയിൽ കഴിഞ്ഞിരുന്നതായാണ് സംശയിക്കുന്നത്. തങ്ങളുടെ യഥാർത്ഥ വിവരങ്ങൾ മറച്ചുവെച്ചാണ് ഇവരിൽ അത്രയും കാലം രാജ്യത്ത് കഴിഞ്ഞത്. ഇതിനിടെ ഇവരുടെ മറ്റൊരു കൂട്ടാളിയായ ഉമർ എന്ന ഖർഗോഷ് വ്യാജ മേൽവിലാസത്തിൽ പാസ്പോർട്ട് സംഘടിപ്പിച്ച് രാജ്യം വിട്ടതായും വിവരമുണ്ട്. ഇയാൾ ഇന്ത്യയിൽ നിന്ന് ഇന്തോനേഷ്യയിലേക്കും അവിടെ നിന്ന് സൗദി അറേബ്യയിലേക്കുമാണ് കടന്നതെന്നാണ് ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത്. എന്തായാലും പണ്ടത്തെ പോലെ, അതായത് കോൺഗ്രസിന്റെ ഭരണകാലത്ത് ജമ്മു കാശ്മീരിൽ ഭീകരർക്ക് നുഴഞ്ഞു കയറാൻ ടണൽ സംവിധാനം ഉണ്ടെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആ ടണൽ സൗകര്യം എല്ലാം തന്നെ അടച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും ചില അണ്ടർഗ്രൗണ്ട് വർക്കർമാരുടെ സഹായത്തോടെ പാകിസ്ഥാനിൽ നിന്നടക്കം തീവ്രവാദ സംഘടനകൾ ജമ്മു കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറുന്നുണ്ടെങ്കിലും അവരെ ഇപ്പോൾ സ്പോട്ടിൽ തന്നെ വെടിവെച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ സ്പോട്ടിൽ തന്നെ ഉന്മൂലനം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഇന്ത്യൻ സൈന്യം കടുത്ത ഒരു നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്.